2023-24 വർഷത്തെ കോതമംഗലം സോണിന്റെ സോഷ്യൽ വർക്ക് പ്രവർത്തന റിപ്പോർട്ട്. മനുഷ്യർ നിങ്ങളുടെ സത്പ്രവൃത്തികൾ കണ്ട് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ. വിശുദ്ധ മത്തായി 5:16. ലോകത്തിന്റെ പ്രകാശമായ മിശിഹായെ ഹൃദയത്തിലേറ്റുവാങ്ങി പാവപ്പെട്ടവരിലേക്കും അനാഥരിലേക്കും അഗതികളിലേക്കും ആലംബഹീനരിലേക്കും ഈശോയുടെ കരുണാർദ്ര സ്നേഹം നിർലോഭമൊഴുക്കുന്ന തീഷ്ണത നിറഞ്ഞ തിരുഹൃദയ സന്യാസിനിമാരാകുവാൻ അനുദിനം നിതാന്ത ജാഗ്രതയോടെ പരിശ്രമിക്കുന്നവരാണ്. അതിനുള്ള കൃപാവരം തിരുഹൃദയനാഥനിൽ നിന്ന് സ്വീകരിക്കുന്നവരാണ് കോതമംഗലം സോണിലെ ഓരോ തിരുഹൃദയ മക്കളും എന്നതിൽ നല്ല തമ്പുരാന് നന്ദി പറഞ്ഞ് കോതമംഗലം സോണിന്റെ 2023-24 പ്രവർത്തന വർഷത്തെ സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങളുടെ റിപ്പോർട്ട് അവതരിപ്പിക്കുന്നു. കേരള ജനത കണ്ടതിൽ ഏറ്റവും വലിയ പ്രകൃതി ദുരന്തം. മലയാളികളൊന്നാകെ ഞെട്ടലോടെ വിറങ്ങലിച്ചു നിന്നു. വയനാട്ടിലെ ചൂരൽമലയിലും മുണ്ടക്കൈയിലും അട്ടമലയിലുമുണ്ടായ വലിയ പ്രകൃതി ദുരന്തത്തിന്റെ ആഘാതം വിട്ടുമാറാതെ തമ്പുരാന്റെ സന്നിധിയിൽ ഇനി ഒരു ദുരന്തത്തിന് സാക്ഷ്യം വഹിക്കുവാൻ ഇടയാകരുതേ എന്ന പ്രാർത്ഥനാ നിർഭരമായ മനസ്സോടെ നാം ആയിരിക്കുമ്പോൾ ദുരന്തത്തിന്റെ തീരാക്കെടുതികൾ അനുഭവിക്കേണ്ടി വന്ന നമ്മുടെ പ്രിയപ്പെട്ട മക്കളെ ഒരു നിമിഷം ദൈവസന്നിധിയിൽ ഓർക്കാം. 2022-23 പ്രവർത്തന വർഷത്തിൽ സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് പ്രൊവിൻസിന്റെ സോഷ്യൽ വർക്ക് വിഭാഗമായ സേഫിന്റെ സാരഥികളായി തെരഞ്ഞെടുക്കപ്പെട്ട സേഫ് പ്രസിഡന്റ് റെവറൻഡ് സിസ്റ്റർ ക്രിസ്റ്റി അറയ്ക്കത്തോട്ട്, സേഫ് സെക്രട്ടറി റെവറൻഡ് സിസ്റ്റർ ടെസി കുന്നത്തോട്ടേൽ, സേഫ് ഡയറക്ടർ റെവറൻഡ് സിസ്റ്റർ ജാൻസി പാറത്തട്ടെ, സേഫ് PRO ശ്രീ തോമസ് ജോൺ എന്നിവരും സാമൂഹ്യക്ഷേമ വിഭാഗത്തിന്റെ കോതമംഗലം സോണിന്റെ സാരഥികളായ സോണൽ പ്രസിഡന്റ് സിസ്റ്റർ ജസ്മി മാറാട്ടിൽ, സോണൽ സെക്രട്ടറി സിസ്റ്റർ റോസ് ജെയിംസ്, സോണൽ കമ്മിറ്റി മെമ്പേഴ്സായ സിസ്റ്റർ ത്രേസ്യാമ്മ പള്ളിക്കുന്നേൽ, സിസ്റ്റർ ജസ്ലിൻ വാരികാട്ട്, സിസ്റ്റർ ലിസ റോസ്, സിസ്റ്റർ മേരി കല്ലുങ്കൽ, സിസ്റ്റർ ലിറ്റി വഴുതനപ്പള്ളി എന്നിവരും തങ്ങളുടെ നിസ്വാർത്ഥമായ സേവനത്തിന്റെ മായാത്ത മുദ്ര പതിപ്പിച്ചുകൊണ്ട് 2023-24 പ്രവർത്തന വർഷത്തിലും തങ്ങളുടെ മഹനീയ ദൗത്യം തുടർന്നുകൊണ്ടുപോകുന്നു. കോതമംഗലം ജ്യോതി പ്രൊവിൻസിന്റെ സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങളുടെ സുഗമമായ നടത്തിപ്പിനും വളർച്ചയ്ക്കും ചുക്കാൻ പിടിക്കുന്ന കോതമംഗലം സോണിന്റെ നെടുംതൂണുകളാണ് 13 കോൺവെന്റുകളും 3 സർവീസ് സെന്റേഴ്സും. എല്ലാവരും ഒരേ മനസ്സോടും താല്പര്യത്തോടും കൂടെ സോണിന്റെ എല്ലാ പ്രവർത്തനങ്ങളുടെയും കാര്യക്ഷമമായ നടത്തിപ്പിന് വഴിയൊരുക്കുന്നു. ഈശോയുടെ തിരുഹൃദയത്തിന്റെ സ്വന്തമായി തീർന്ന തങ്ങളെല്ലാവരും തങ്ങൾ അനുഭവിക്കുന്ന സ്നേഹം മറ്റുള്ളവരിലേക്ക് ഓരോ പ്രവർത്തനങ്ങളിലൂടെ പകർന്നു നൽകണമെന്ന് ഉറച്ച ബോധ്യമുള്ളവരും അതിനായി അക്ഷീണം പ്രയത്നിക്കുന്നവരുമാണ്. കോൺവെന്റ്സ്: SH പ്രൊവിൻഷ്യൽ ഹൗസ് കോതമംഗലം, SH കോൺവെന്റ് പൂയംകുട്ടി, SH കോൺവെന്റ് നേര്യമംഗലം, SH കോൺവെന്റ് നീണ്ടപാറ, SH പ്രെയർ ഹൗസ് നേര്യമംഗലം, SH നോവിഷ്യേറ്റ് ഹൗസ് കോതമംഗലം, SH കോൺവെന്റ് മീൻകുന്നം, സെന്റ് ജോസഫ് ഹോം മൂവാറ്റുപുഴ, SH കോൺവെന്റ് ഞാറക്കാട്, SH കോൺവെന്റ് ചക്കരപ്പറമ്പ്, സെന്റ് മാഗ്ദലിൻ ഹോം കടവൂർ, SH കോൺവെന്റ് എറണാവൂർ ചെന്നൈ, അമൽ ജ്യോതി സ്റ്റഡി ഹൗസ്, സർവീസ് സെന്റേഴ്സ്, LF ഹോസ്റ്റൽ മൂവാറ്റുപുഴ, സേഫ് അൽഫോൻസ ഹോസ്റ്റൽ മൂവാറ്റുപുഴ. ദിനാചരണങ്ങൾ ഒരു ദിവസത്തെ മാത്രം പ്രക്രിയയല്ല, അത് ജീവിതകാലം മുഴുവൻ തുടർന്നുകൊണ്ടുപോകേണ്ട ഒന്നാണ്. ഓരോ ദിനവും അതിന്റെ പ്രാധാന്യം കൊണ്ട് ശ്രേഷ്ഠത കൈവരിക്കുന്നു. 2023-24 പ്രവർത്തന വർഷത്തിൽ നാം ഓരോരുത്തരും മുൻകൈയെടുത്ത് നടത്തിയ അനേകം ദിനാചരണങ്ങളും സൗഹൃദത്തിന്റെയും സ്നേഹത്തിന്റെയും അടയാളമായ ഒത്തുചേരലുകളുമുണ്ട്. ഈ കഴിഞ്ഞ വർഷത്തിൽ നാം ഓരോരുത്തരും ചെയ്ത നിസ്വാർത്ഥമായ സേവനങ്ങളിലൂടെ തളർന്നവരെ ചേർത്തു നിർത്തിയ സ്നേഹോഷ്മളമായ പ്രവർത്തനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ സോണൽ മീറ്റിംഗുകൾ 2023-24 പ്രവർത്തന വർഷത്തിൽ ജൂലൈ, ഒക്ടോബർ, ഫെബ്രുവരി, ഏപ്രിൽ, ഓഗസ്റ്റ് മാസങ്ങളിലായി സോണൽ മീറ്റിംഗ്സ് വിവിധ കോൺവെന്റുകളിലും ഔട്ടർ സ്പേസിലുമായി നടത്തപ്പെട്ടു. 2023 ജൂലൈ 5-ന് SH പ്രൊവിൻഷ്യൽ ഹൗസ് കോതമംഗലത്ത് വെച്ചു. 2023 ഒക്ടോബർ 14-ന് ഭൂതത്താൻകെട്ട് CMI കാർമൽ ടൂറിസം വില്ലേജിൽ വെച്ചും 2024 ഫെബ്രുവരി 11-ന് മൂവാറ്റുപുഴ സെന്റ് ജോസഫ് ഹോമിൽ വെച്ചും 2024 ഏപ്രിൽ 10-ന് പൂയംകുട്ടി SH കോൺവെന്റിൽ വെച്ചും
2024 ഓഗസ്റ്റ് 3 ഞാറക്കാട് SS കോൺവെന്റിൽ വെച്ചും നടത്തപ്പെട്ടു. എല്ലാ മീറ്റിംഗുകളിലും കഴിഞ്ഞ 3 മാസങ്ങളിലെ പ്രവർത്തനങ്ങൾ വിലയിരുത്തുകയും തുടർന്നുള്ള 3 മാസങ്ങളിൽ നടപ്പിലാക്കേണ്ട പ്രവർത്തനങ്ങളെക്കുറിച്ച് നിർദ്ദേശങ്ങളും തീരുമാനങ്ങളും കൈക്കൊള്ളുകയും ചെയ്തു. ഓരോ സോണൽ മീറ്റിംഗുകളെയും സോഷ്യൽ വർക്ക് കൗൺസിലറും സേഫിന്റെ സെക്രട്ടറിയുമായ സിസ്റ്റർ ടെസി കുന്നത്തോട്ടലിന്റെയും സേഫ് ഡയറക്ടർ PRO മറ്റ് സേഫ് അംഗങ്ങളുടെയും മഹനീയ സാന്നിധ്യവും സംഘാടനവും മികവുറ്റതാക്കി. 3 മാസത്തിലൊരിക്കൽ നടത്തിയ സോണൽ മീറ്റിംഗുകൾക്ക് ഓരോ കോൺവെന്റിൽ നിന്നുമുള്ള സുപ്പീരിയേഴ്സ്, സോഷ്യൽ വർക്ക് കൗൺസിലേഴ്സ് എന്നിവർ വളരെ ആത്മാർത്ഥമായി പങ്കെടുക്കുകയും വ്യത്യസ്തങ്ങളായ അന്തരീക്ഷത്തിലും സ്ഥലങ്ങളിലും മീറ്റിംഗുകൾ സംഘടിപ്പിക്കുവാൻ ഓരോ കോൺവെന്റും ഉത്സുകരാകുകയും ചെയ്തു. സേഫിന്റെ 11ാമത് വാർഷിക ജനറൽ ബോഡി യോഗത്തിൽ വച്ച് 2022-23 പ്രവർത്തന വർഷത്തെ സോഷ്യൽ വർക്ക് റിപ്പോർട്ട് കോതമംഗലം സോണൽ സെക്രട്ടറി സിസ്റ്റർ റോസ് ജെയിംസ് അവതരിപ്പിച്ചു. 2023 ഓഗസ്റ്റ് 30 സേഫിൽ വെച്ച് നടന്ന 11ാം വാർഷിക ആഘോഷത്തിൽ സോണിലെ എല്ലാ കോൺവെന്റുകളിൽ നിന്നുമുള്ള സുപ്പീരിയേഴ്സും മറ്റു സിസ്റ്റേഴ്സും പങ്കെടുത്തു. റിപ്പോർട്ടിനുള്ള പ്രോത്സാഹന സമ്മാനവും കോതമംഗലം സോണിലെ മികച്ച സോഷ്യൽ വർക്ക് കോൺവെന്റിനുള്ള സമ്മാനവും SS കോൺവെന്റ് മീങ്കുന്നവും ഏറ്റുവാങ്ങി. തുടർന്ന് സോണൽ മെമ്പേഴ്സ് ഒരുമിച്ച് കലാപരിപാടികളിലും പങ്കുചേർന്നു. വിദ്യാർത്ഥികൾക്കായി പഠനോപകരണ വിതരണം. കോതമംഗലം സോണിന് കീഴിലുള്ള വിവിധ കോൺവെന്റുകളിൽ നിർധനരായ കുട്ടികൾക്കായി സേഫിന്റെ നേതൃത്വത്തിൽ പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. സ്കൂൾ വിദ്യാർത്ഥികൾക്കായി അറേഞ്ച് ചെയ്ത കിറ്റിൽ സ്കൂൾ ബാഗുകൾ തുടങ്ങി സ്കൂൾ ആവശ്യത്തിനുള്ള എല്ലാ മെറ്റീരിയൽസും കൈമാറി. പൂയംകുട്ടി, ഊന്നുകൽ, കോതമംഗലം സ്കൂളുകളിൽ കുട്ടികൾക്കാവശ്യമായ ബുക്സ് സേഫ് വിതരണം ചെയ്തു. ജൂലൈ 1 ഡോക്ടേഴ്സ് ഡേ. ഡോക്ടേഴ്സ് രാജ്യത്തിന്റെ സൈനികരാണ്. അതിർത്തിയിൽ യുദ്ധം ചെയ്യാതെ ജീവൻ രക്ഷിക്കാൻ അർപ്പണബോധത്തോടെ സ്വയം മറന്ന് ജീവിക്കുന്ന മഹത് വ്യക്തിത്വങ്ങൾ. വ്യക്തിജീവിതത്തിലും സാമൂഹ്യ ജീവിതത്തിലും ഇവരുടെ സേവനം സ്തുത്യർഹമാണ്. സമൂഹത്തിൽ തങ്ങളുടെ ജീവന് വെല്ലുവിളിയുണ്ടായാലും മറ്റൊരുവിന്റെ ജീവിതത്തെ തന്റെ ഉള്ളക്കൈയിൽ സുരക്ഷിതരാക്കുന്ന പുണ്യജീവിതങ്ങളെ ഓർമ്മിക്കേണ്ട പുണ്യദിനം. അതാണ് ഡോക്ടേഴ്സ് ഡേ. കോതമംഗലം ജ്യോതി പ്രൊവിൻസിന് ദൈവം കനിഞ്ഞു നൽകിയ ഇത്തരം പുണ്യജീവിതങ്ങളിലൊന്നാണ് പ്രൊവിൻസിന്റെ മെഡിക്കൽ കൗൺസിലറായ റവറൻഡ് സിസ്റ്റർ ഡോക്ടർ ആശ മരിയ. ഡോക്ടേഴ്സ് ഡേ ദിനത്തിൽ കോതമംഗലം സോണിലെ പ്രൊവിൻഷ്യൽ ഹൗസ് അംഗമായ ഡോക്ടർ സിസ്റ്റർ ആശ മരിയയെ ബഹുമാനപ്പെട്ട പ്രൊവിൻഷ്യൽ സുപ്പീരിയർ റവറൻഡ് സിസ്റ്റർ ക്രിസ്റ്റി അറക്കത്തോട്ടം അഭിനന്ദിക്കുകയും സിസ്റ്ററിന്റെ നിസ്വാർത്ഥ സേവനങ്ങളെ വിലമതിക്കുകയും ചെയ്തു. ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യദിനം. സ്വാതന്ത്ര്യം തന്നെ അമൃതം, സ്വാതന്ത്ര്യം തന്നെ ജീവിതം, പാരതന്ത്ര്യം മാനികൾക്ക് മൃതിയേക്കാൾ ഭയാനകം എന്ന കവിവാക്യത്തിന്റെ പരിപൂർണതയാണ് സ്വാതന്ത്ര്യം. 2023-24 വർഷത്തെ 2 സ്വാതന്ത്ര്യദിനാഘോഷങ്ങൾ സ്വാതന്ത്ര്യത്തിന്റെ പ്രാധാന്യത്തെ ഓർമ്മിക്കുന്നതിനും ദേശസ്നേഹത്തിന്റെ മധുരസ്മരണകൾ ചിന്തിക്കുന്നതിനും നമുക്കായി സ്വാതന്ത്ര്യം നേടിത്തന്ന ധീരവ്യക്തിത്വങ്ങളെ അനുസ്മരിക്കുന്നതിനും സോണിലെ എല്ലാ കോൺവെന്റുകളും സ്കൂളുകളും സംയുക്തമായി സംഘടിപ്പിച്ചു. സ്വാതന്ത്ര്യദിനാഘോഷങ്ങൾക്കായി കോൺവെന്റുകൾ ഏകദേശം 3000 രൂപ വരെ ചെലവഴിച്ചു. ഓഗസ്റ്റ് 21 മുതിർന്ന പൗരന്മാരുടെ ദിനം. മുതിർന്ന പൗരന്മാരുടെ സേവനങ്ങൾ, നേട്ടങ്ങൾ, അവരുടെ ജീവിതത്തിലൂടെ അവർ നൽകിയ അർപ്പണബോധം എന്നിവയെ ആഘോഷിക്കുവാനും അഭിനന്ദിക്കുവാനും സോണിലെ പല കോൺവെന്റുകളും സമയം കണ്ടെത്തി. ആ ദിനം സമുചിതമായി ആഘോഷിക്കുവാൻ സോണിലെ 5 കോൺവെന്റുകളിലായി 7000 രൂപ ചെലവഴിച്ചു. ഓഗസ്റ്റ് 28 ഓണം. ഐശ്വര്യത്തിന്റെയും സമൃദ്ധിയുടെയും സന്തോഷത്തിന്റെയും അടയാളമായ പൂവിളിയും ഓണപ്പൂക്കളുമായി വന്നെത്തുന്ന ഓണം വർണ്ണാഭമായ കാഴ്ചകളും ഒത്തൊരുമയുടെ സന്ദേശവുമായി സോണിലെ ഓരോ കോൺവെന്റും ആ ദിവസത്തിന്റെ ചൈതന്യത്തോടെ ആഘോഷിച്ചു. സ്കൂളുകളുമായി ബന്ധപ്പെട്ടവർ സ്കൂളിൽ ഓണാഘോഷ പരിപാടികൾക്ക് നേതൃത്വം നൽകി. സോണിലെ എല്ലാ കോൺവെന്റും ആശ്രമ ശുശ്രൂഷികൾക്ക് ഓണക്കോടിയും തത്തുല്യമായ രൂപയും നൽകി. അതിനായി ഏകദേശം 15000 രൂപ വരെ ചെലവഴിച്ചു. സെപ്റ്റംബർ 5 ദേശീയ അധ്യാപക ദിനം. അജ്ഞതയാകുന്ന ഇരുട്ടിൽ നിന്നും ജ്ഞാനത്തിന്റെ വെളിച്ചത്തിലേക്ക് നമ്മെ നയിക്കുന്ന ഗുരുക്കന്മാരെ ആദരിക്കുന്ന, അവരോട് കടപ്പെട്ടിരിക്കുന്ന പുണ്യദിനമാണ് ടീച്ചേഴ്സ് ഡേ.
സോണിന് കീഴിൽ വരുന്ന ഞാറക്കാട്, ചെന്നൈ, പുയംകുട്ടി, നീണ്ടപാറ, കോതമംഗലം കോൺവെന്റുകളിൽ ടീച്ചേഴ്സായി സ്കൂളിൽ വർക്ക് ചെയ്യുന്ന സിസ്റ്റേഴ്സിനെ ആദരിക്കുകയും ആ സ്കൂളുകളിലും ഈ ദിനം വളരെ ആഘോഷപൂർവ്വം അധ്യാപക ദിനം നടത്തപ്പെടുവാൻ സിസ്റ്റർമാർ നേതൃത്വം നൽകുകയും ചെയ്തു. ഒക്ടോബർ 1 വയോജന ദിനം. വാർദ്ധക്യമെന്ന ജീവിതാവസ്ഥ ഒരു ഓർമ്മപ്പെടുത്തലാണ്. അവരെ പരിഗണിക്കുവാനും ചേർത്തു നിർത്തുവാനും അതോടൊപ്പം വാർദ്ധക്യ ജീവിതാവസ്ഥകളെ മനസ്സിലാക്കുന്നതിനും പൂയംകുട്ടി, കടവൂർ, മീൻകുന്നം തുടങ്ങി പല കോൺവെന്റുകളും ഈ ദിനാചരണത്തിൽ ഏകദേശം 8,000 രൂപ വരെ ചെലവഴിച്ചു. ഇടവകയിലെ വയോജനങ്ങളുടെ വീടുകൾ സന്ദർശിച്ച് അവരെ കോൺവെന്റുകളിലേക്ക് ക്ഷണിക്കുകയും അവരുടെ പഴയകാല ഓർമ്മകളിലൂടെ കടന്നു പോവുകയും സൗഹൃദ സംഭാഷണങ്ങൾ നടത്തുകയും അവർക്കായി പ്രത്യേകം ക്ലാസുകൾ സംഘടിപ്പിക്കുകയും വിവിധങ്ങളായ മത്സരങ്ങൾ നടത്തി അവർക്ക് സമ്മാനങ്ങൾ നൽകുകയും ചെയ്തു. ഒക്ടോബർ 11, 15 അന്താരാഷ്ട്ര ബാലിക വിദ്യാർത്ഥി ദിനം. ഈ ദിനാചരണത്തിന്റെ ചൈതന്യത്തോടെ കോതമംഗലം സോണിലെ സഹോദരിമാർ ഒരുമിച്ചു ചേർന്ന് തെന്നത്തൂരുള്ള സെന്റ് ജോൺസ് ഓർഫനേജ് സന്ദർശിക്കുകയും പ്രാർത്ഥനാ ശുശ്രൂഷയും ചെറിയൊരു മോട്ടിവേഷണൽ ക്ലാസും വിവിധങ്ങളായ കലാപരിപാടികളും ഗെയിംസും അവതരിപ്പിച്ച് അനാഥരായ കുഞ്ഞുങ്ങളോടൊപ്പം അവരുടെ സന്തോഷത്തിൽ പങ്കുചേരുകയും ചേർന്നു. അന്നേ ദിനം കുഞ്ഞുങ്ങൾക്കും സിസ്റ്റേഴ്സിനും ഭക്ഷണം നമ്മുടെ സോണിന്റെ നേതൃത്വത്തിൽ കൊടുക്കുകയും എല്ലാവരും ഒരുമിച്ച് ഉച്ചഭക്ഷണം കഴിച്ച് വിവിധ കോൺവെന്റുകളിൽ നിന്നും സിസ്റ്റേഴ്സിന്റെ നേതൃത്വത്തിൽ കളക്ട് ചെയ്തതും അനുദിന ആവശ്യങ്ങൾക്കുള്ളതുമായ സാധനങ്ങൾ അവിടെ കൈമാറുകയും ചെയ്തു. ഓരോ കോൺവെന്റും 300 രൂപ വീതം സോഷ്യൽ വർക്കിൽ നിന്ന് ഇതിനായി സംഭാവന ചെയ്തു. കൂടാതെ ബാംഗ്ലൂർ, ചെന്നൈ കോൺവെന്റുകൾ അടുത്തുള്ള അനാഥ മന്ദിരങ്ങൾ സന്ദർശിച്ച് അവിടെയുള്ള കുഞ്ഞുങ്ങളുടെ കൂടെ അവരുടെ ആവശ്യങ്ങളിൽ സഹായിച്ച് അവർക്കായി സംഭാവനകൾ നൽകുകയും ചെയ്തു. ഒക്ടോബർ 16 ലോക ഭക്ഷ്യദിനം. ലോക ഭക്ഷ്യദിനത്തോടനുബന്ധിച്ച് നാടൻ ഭക്ഷണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ എത്രമാത്രം പ്രാധാന്യമുണ്ടെന്ന് സ്കൂൾ കുട്ടികളിൽ ബോധവൽക്കരണം കൊടുക്കുവാൻ പുയംകുട്ടി കോൺവെന്റിലെ സിസ്റ്റേഴ്സിന്റെ നേതൃത്വത്തിൽ സ്കൂളിൽ ഒരു ഫുഡ് ഫെസ്റ്റ് നടത്തി. ഒക്ടോബർ 31 ജപമാല സമാപന ദിനം. പരിശുദ്ധ അമ്മയോടുള്ള പ്രത്യേക ഭക്തിയിൽ അടിയുറച്ച് വളരുന്ന കോതമംഗലം സോണിലെ എല്ലാ കോൺവെന്റുകളും ജപമാല മാസം അതിന്റെ ചൈതന്യത്തോടെ മഠങ്ങളിലും ഇടവകകളിലും അവരായിരിക്കുന്ന സ്കൂളുകളിലും അർപ്പിച്ചു. നവംബർ 1 കേരള പിറവി. പൂയംകുട്ടി കോൺവെന്റിന്റെ നേതൃത്വത്തിൽ സെന്റ് ജോർജ് UP സ്കൂളിലെ കുട്ടികൾക്കായി കുട്ടമ്പുഴ ഗ്രാമപഞ്ചായത്ത് മെമ്പർ ശ്രീമതി കാന്തി വെള്ളക്കയ്യന്റെ അധ്യക്ഷതയിൽ ദിനാഘോഷം സംഘടിപ്പിച്ചു. സ്കൂൾ മാനേജർ റവറന്റ് ഫാദർ ജോസ് ചിരപ്പറമ്പിൽ കുട്ടികൾക്ക് സന്ദേശം നൽകി. കോളാഷ്, ഭൂപട നിർമ്മാണം തുടങ്ങിയ മത്സരങ്ങൾ സംഘടിപ്പിച്ച് വിജയികൾക്ക് സമ്മാനം നൽകുകയും അതിനായി 1,500ഓളം രൂപ ചെലവഴിക്കുകയും ചെയ്തു. നവംബർ 14 ശിശുദിനം. ഭാവി ഇന്ത്യയുടെ ആത്മാവിനെ കുട്ടികളിൽ കണ്ട ചാച്ചാജിയുടെ ജന്മദിനമാണ് ശിശുദിനമായി ആചരിക്കുന്നത്. ഈ ദിനാചരണത്തിൽ ഞാറക്കാട്, നീണ്ടപാറ, പൂയംകുട്ടി, ചെന്നൈ സ്കൂളുകളിലെ കുഞ്ഞുങ്ങളെ ആദരിക്കുകയും അവർക്കായി വിവിധതരം കലാപരിപാടികളും മത്സരങ്ങളും സംഘടിപ്പിക്കുകയും മധുരപലഹാരങ്ങൾ വിതരണം ചെയ്യുകയും ചെയ്തു. ശിശുദിന റാലി സംഘടിപ്പിച്ചത് ഈ ദിനത്തെ കൂടുതൽ മികവുറ്റതാക്കി. ഏകദേശം 5,000 രൂപ വരെ ചെലവഴിച്ചു. ഡിസംബർ 14 ഊർജ സംരക്ഷണ ദിനം. ഈ ദിനത്തോടനുബന്ധിച്ച് സേഫിന്റെ നേതൃത്വത്തിൽ വേനൽക്കാല ഊർജ സംരക്ഷണം എന്ന വിഷയത്തിൽ ബോധവൽക്കരണ സെമിനാറുകൾ സംഘടിപ്പിച്ചു. സംസ്ഥാന സർക്കാരിന്റെ വൈദ്യുതി വകുപ്പിന് കീഴിലുള്ള ഊർജകിരൺ സമ്പർക്ക് ക്യാമ്പയിന്റെ ഭാഗമായി സേഫിന് 7 പ്രോഗ്രാമുകൾ അനുവദിച്ചു കിട്ടിയതിൽ 5 പ്രോഗ്രാമുകളും കോതമംഗലം സോണിന്റെ കീഴിലാണ് നടത്തിയത് എന്നതിൽ നമുക്ക് അഭിമാനിക്കാം. 2024 മെയ് 9 കീരമ്പാറ ഗ്രാമപഞ്ചായത്ത് ഹാളിലും മെയ് 13 കോതമംഗലം SH പ്രൊവിൻഷ്യൽ ഹൗസിലും മെയ് 21 പോത്താനിക്കാട് ഗ്രാമപഞ്ചായത്ത് ഹാളിലും മെയ് 28 കോതമംഗലം മുനിസിപ്പാലിറ്റി ഹാളിലും മെയ് 30 സേഫിന്റെ ഓഡിറ്റോറിയത്തിലും വെച്ച് അതാത് ഗ്രാമപഞ്ചായത്തുകളുടെയും മുനിസിപ്പാലിറ്റികളുടെയും നേതൃത്വത്തിലാണ് സെമിനാർ നടത്തിയത്. ഡിസംബർ 25 ക്രിസ്മസ്. സ്വയം ശൂന്യമാകലും അപരനു വേണ്ടിയുള്ള സ്വയം ദാനവുമാണ് നമ്മെ എല്ലാറ്റിലും വലുതാക്കുന്നത് എന്ന സന്തോഷവും സമാധാനവും നിറഞ്ഞ ക്രിസ്തുമസ് ദിനത്തിൽ
സോണിലെ എല്ലാ കോൺവെന്റും ആ ദിനത്തിന്റെ ചൈതന്യത്തിൽ ഇടവക ജനങ്ങളോടും സമൂഹാംഗങ്ങളോടും കൂടി ക്രിസ്തുനാഥന്റെ ജനനത്തിൽ ആനന്ദിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തു. ആശ്രമ ശുശ്രൂഷികൾക്കും സമൂഹാംഗങ്ങൾക്കും സമ്മാനങ്ങൾ കൈമാറുകയും ഓരോ കോൺവെന്റും സമീപമുള്ളതും ആവശ്യക്കാരുമായ ആളുകളെ കണ്ടെത്തി കേക്ക് നൽകുകയും ചെയ്തു. സോണിലെ എല്ലാ കോൺവെന്റുകളിലും നിന്നായി 15,000 രൂപയോളം ചെലവായി. ഫെബ്രുവരി 4 ക്യാൻസർ ഡേ. ക്യാൻസർ ഡേയോടനുബന്ധിച്ച് ചെന്നൈ നവജ്യോതി സ്കൂളിന്റെ നേതൃത്വത്തിൽ ക്യാൻസർ രോഗികൾക്കായി കുട്ടികളിൽ നിന്ന് സംഭാവന സ്വീകരിക്കുകയും മോസസ് ക്യാൻസർ ട്രസ്റ്റിനായി അത് നൽകുകയും ചെയ്തു. 16,000 രൂപയാണ് സംഭാവനയായി കൊടുത്തത്. മാർച്ച് 8 വനിതാ ദിനം. സമൂഹത്തിലെ എല്ലാ മേഖലയിലും സ്ത്രീകൾ കൈവരിച്ച വിജയമായ സ്ത്രീ ശാക്തീകരണത്തിന്റെ ഒരു ഭാഗമാണ് വനിതാ ദിനം. കോതമംഗലം സോണിൽ കടവൂർ, ഞാറക്കാട് കോൺവെന്റുകൾ അവരെ ഒരുമിച്ച് ചേർക്കുകയും പ്രത്യേക പ്രാർത്ഥനകളും ക്ലാസുകളും മത്സരങ്ങളും നടത്തി സമ്മാനങ്ങൾ നൽകുകയും ചെയ്തു. 2,000 രൂപയോളം ചെലവഴിച്ചു. ഏപ്രിൽ 7 ആരോഗ്യ ദിനം. ആരോഗ്യ ദിനത്തോടനുബന്ധിച്ച് പൂയംകുട്ടി കോൺവെന്റ് അവിടെയുള്ള ജനങ്ങളുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. ധാരാളം ആളുകൾക്ക് കൈത്താങ്ങാകുവാൻ ഇതിലൂടെ സാധിച്ചു. മെയ് 1 തൊഴിലാളി ദിനം. തൊഴിലാളികളുടെ മധ്യസ്ഥനായി വിശുദ്ധ ഔസേപ്പ് പിതാവിന്റെ തിരുനാൾ ദിനത്തിൽ ഓരോ കോൺവെന്റിലും അകത്തും പുറത്തുമായി ജോലി ചെയ്യുന്ന എല്ലാ തൊഴിലാളികളെയും ആദരിച്ച് സമ്മാനങ്ങൾ നൽകി. ആകെ 10,000 രൂപയോളം ചെലവഴിച്ചു. മെയ് 14 മാതൃദിനം. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പോരാളിയാണ് അമ്മ. ഈ മാതൃദിനത്തിൽ അമ്മമാരോടുള്ള കടമയും സ്നേഹവും മറന്നുപോകുന്ന ലോകത്തിൽ ഇടവകയിലെ അമ്മമാരെ സംഘടിപ്പിച്ച് അവർക്കായുള്ള ആ ഒരു ദിവസം വളരെ സമുചിതമായി ആഘോഷിക്കുവാൻ മീങ്കുന്നം, ഞാറക്കാട് കോൺവെന്റുകൾ തയ്യാറായി. അതിനായി 5,000 രൂപ ചെലവഴിച്ചു. ജൂൺ 5 പരിസ്ഥിതി ദിനം. ലോക പരിസ്ഥിതി ദിനം സോണിലെ വിവിധ കോൺവെന്റുകളിലും സ്കൂളുകളിലും സ്ഥാപനങ്ങളിലും സമുചിതമായി ആഘോഷിച്ചു. കോതമംഗലം സോണിന് കീഴിലുള്ള ഞാറക്കാട്, പൂയംകുട്ടി എന്നിവർ സ്കൂളിനോട് ചേർന്നും കടവൂർ, മീങ്കുന്നം, കോതമംഗലം കോൺവെന്റുകൾ തങ്ങളുടെ മഠങ്ങളിലും പരിസ്ഥിതി ദിനത്തിൽ തൈകൾ നട്ടും പുതിയ തൈകൾ വിതരണം ചെയ്തും ആഘോഷിച്ചു. ജൂൺ 7 തിരുഹൃദയ തിരുനാൾ. ഈശോയുടെ തിരുഹൃദയത്തിന്റെ സ്വന്തമായ SH സഹോദരിമാരുടെ പ്രധാന തിരുനാൾ വേണ്ടത്ര ഭക്തിയോടും ഒരുക്കത്തോടും കൂടി എല്ലാ മഠങ്ങളിലും ആഘോഷിച്ചു. ഓരോ കോൺവെന്റുകളും അന്നേ ദിനത്തിലെ തങ്ങളുടെ ആഘോഷങ്ങളിൽ അയൽവാസികളെയും പാവപ്പെട്ടവരെയും ഉപകാരികളെയും പങ്കെടുപ്പിക്കുകയും സാധുക്കൾക്ക് ആവശ്യത്തിലിരിക്കുന്നവർക്ക് സഹായഹസ്തമാവുകയും ചെയ്തു. എല്ലാ കോൺവെന്റുകളിലും നിന്നായി ഏകദേശം 20,000 രൂപ വരെ ചെലവഴിച്ചു. ജൂൺ 16 ഗാർഹിക തൊഴിലാളി ദിനം. സോണിലെ എല്ലാ കോൺവെന്റിലും ശുശ്രൂഷ ചെയ്യുന്ന സഹോദരങ്ങളെ പ്രത്യേകം ആദരിച്ചും അവർക്കായി പ്രാർത്ഥിച്ചും അവരുടെ ജോലിക്ക് തക്ക പ്രതിഫലം നൽകിയും ആ ദിനത്തിന്റെ ആശംസകളോടെ എല്ലാവർക്കും സമ്മാനങ്ങൾ നൽകി. ഏകദേശം 10,000 രൂപ ചെലവായി. ജൂൺ 19 വായനാ ദിനം. വായന മരിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ വായനയാണ് ജീവിത വിജയത്തിന്റെ ശ്രേഷ്ഠത എന്ന മഹത്വം ഈ തലമുറയിലെ കുഞ്ഞുങ്ങൾക്ക് പകർന്നു നൽകുവാൻ കോൺവെന്റുമായി ബന്ധപ്പെട്ട സ്കൂളുകളിലെയും മറ്റ് സ്കൂളിൽ പഠിപ്പിക്കുന്ന സിസ്റ്റേഴ്സിന്റെയും നേതൃത്വത്തിൽ വായനാ വാര മത്സരങ്ങളും പ്രത്യേക പരിപാടികളും സംഘടിപ്പിച്ചു. ഞാറക്കാട്, പൂയംകുട്ടി, കടവൂർ, കോതമംഗലം കോൺവെന്റുകൾ ദിനാചരണത്തിൽ ആത്മാർത്ഥമായി സഹകരിച്ചു. ജൂൺ 21 യോഗാ ദിനം, സംഗീത ദിനം. മനുഷ്യന്റെ നല്ല ആരോഗ്യത്തിന് യോഗയുടെയും മനസ്സിന്റെ ഉന്മേഷത്തിന് സംഗീതത്തിന്റെയും പ്രാധാന്യം കുഞ്ഞുങ്ങൾക്ക് പകർന്നു നൽകി ഞാറക്കാട് കോൺവെന്റിന്റെ നേതൃത്വത്തിൽ വിമൽ ജ്യോതി പബ്ലിക് സ്കൂൾ ഈ 2 ദിനവും സംയുക്തമായി കൊണ്ടാടി. ജൂൺ 26 ലഹരി വിരുദ്ധ ദിനാചരണം. മനുഷ്യ ജീവിതത്തെ എല്ലാ തലങ്ങളിലും കാർന്നു തിന്നുന്ന ഒരു വലിയ വിപത്താണ് ലഹരി എന്ന ബോധ്യത്തിൽ ആഴപ്പെടാൻ സോണിലെ കോൺവെന്റുകളുമായി ബന്ധപ്പെട്ട് ഞാറക്കാട്, പൂയംകുട്ടി, കോതമംഗലം, നീണ്ടപാറ, മീങ്കുന്നം, ചെന്നൈ കോൺവെന്റുകൾ എക്സസൈസ് ഓഫീസർമാരുടെ ക്ലാസുകൾ സംഘടിപ്പിക്കുകയും സ്കൂൾ കുട്ടികൾക്കിടയിൽ ഇതിനെക്കുറിച്ചുള്ള അവബോധം ലഭിക്കത്തക്ക ഫ്ലാഷ് മോബ്, തെരുവു നാടകം, റാലി എന്നിവ കണ്ടക്ട് ചെയ്യുകയും ചെയ്തു. സേഫ് കെയർ.
മുതിർന്ന പൗരന്മാർക്കു വേണ്ടി കോതമംഗലം സോണിലെ ചക്കരപ്പറമ്പ്, മീൻകുന്നം, കടവൂർ, ഞാറക്കാട് കോൺവെന്റുകൾ സേഫ് കെയർ പദ്ധതി നടപ്പിലാക്കി. ഓരോ കോൺവെന്റിലെയും ഈ കൂട്ടായ്മയ്ക്ക് സോഷ്യൽ വർക്ക് കൗൺസിലർ സിസ്റ്റർ ടെസ്സിയും സേഫ് ടീമും നേതൃത്വം നൽകുകയും അവർക്കായി ക്ലാസുകൾ നൽകുകയും ചെയ്തു. അന്നേ ദിനം വിവിധ മത്സരങ്ങൾ നടത്തുകയും കലാപരിപാടികൾ സംഘടിപ്പിക്കുകയും രുചിപ്രദമായ ഭക്ഷണം നൽകുകയും ചെയ്തു. പരിപാടിയിൽ പങ്കെടുത്ത എല്ലാവർക്കും സമ്മാനങ്ങൾ കൈമാറി. ഇതിനായി 7000 രൂപയോളം ചെലവഴിച്ചു. ജ്യോതി പ്രോജക്റ്റ്. സേഫിന്റെ നേതൃത്വത്തിൽ നടത്തിവരുന്ന ജ്യോതി പ്രോജക്റ്റിലേക്ക് കോതമംഗലം സോണിൽ നിന്നുള്ള 4 കുട്ടികളെ അംഗങ്ങളാക്കി ചേർത്തു. കുട്ടികൾക്ക് അധ്യയന വർഷം ആരംഭിച്ചപ്പോൾ സ്കൂൾ ബാഗ് ഉൾപ്പെടെ പഠനോപകരണങ്ങൾ നൽകുകയും ചെയ്തു. ദർശൻ ക്യാമ്പ്. മീൻകുന്നം SH കോൺവെന്റിന്റെ നേതൃത്വത്തിൽ 2024 മെയ് 25, 26 തീയതികളിലായി ദർശൻ ക്യാമ്പ് സംഘടിപ്പിച്ചു. ആകർഷകമായ മത്സരങ്ങളും മോട്ടിവേഷണൽ ക്ലാസുകളും പലതരം കലാപരിപാടികളിലൂടെയും മീൻകുന്നം കോൺവെന്റിലെ സിസ്റ്റേഴ്സ് ഈ പരിപാടി വിജയപ്രദമാക്കി. 2500 രൂപയോളം ചെലവഴിച്ചു. സോണൽ ഫീൽഡ് വിസിറ്റ്. കോതമംഗലം സോണിലെ കോൺവെന്റുകളും മെമ്പേഴ്സും തമ്മിലുള്ള ബന്ധത്തിന്റെ ഊഷ്മളത വർദ്ധിപ്പിക്കുന്നതിനും മാനസികോല്ലാസത്തിനും അതോടൊപ്പം പുതിയ നൈപുണ്യങ്ങളിൽ പ്രാഗൽഭ്യം നേടുന്നതിനുമായി ലീഡേഴ്സിന്റെയും സുപ്പീരിയേഴ്സിന്റെയും നേതൃത്വത്തിൽ ഏകദിന ഫീൽഡ് ട്രിപ്പ് 2024 ഏപ്രിൽ 19 വട്ടവട, മൂന്നാർ പ്രദേശങ്ങളിലേക്ക് സംഘടിപ്പിച്ചു. മൂന്നാർ ഫ്ലവർ ഗാർഡൻ, മാട്ടുപ്പെട്ടി ഡാം, കുണ്ടല ഡാം, ടോപ്പ് സ്റ്റേഷൻ, വട്ടവടയിൽ ഇടുക്കി പ്രൊവിൻസിന്റെ ബാഗ് യൂണിറ്റ്, തയ്യൽ യൂണിറ്റ്, സ്ട്രോബെറി ഗാർഡൻ, ടീ ഫാക്ടറി തുടങ്ങിയവ സന്ദർശിച്ചു. വില്ലേജ് ഡെവലപ്മെന്റ് പ്രോഗ്രാം മീൻകുന്നം. കോതമംഗലം ജ്യോതി പ്രൊവിൻസിന്റെ നേതൃത്വത്തിൽ സേഫ് മുഖേന നടപ്പിലാക്കുന്ന ഗ്രാമ സമുദ്ധാരണ പദ്ധതിക്കായി തെരഞ്ഞെടുത്തത് കോതമംഗലം സോണിന് കീഴിലുള്ള മീൻകുന്നം പ്രദേശത്തെ ആറൂർ കോളനിയാണ്. ഈ കോളനിയിൽ 3 ദിവസങ്ങളിലായി നടത്തിയ ഭവന സന്ദർശനത്തിനും വിവരശേഖരണത്തിനും സോണിലെ എല്ലാ കോൺവെന്റുകളിൽ നിന്ന് സഹോദരിമാർ വളരെ താൽപര്യത്തോടെ പങ്കെടുത്തു. 2023 നവംബർ 12, നവംബർ 19, നവംബർ 26 എന്നീ ദിവസങ്ങളിലായി ഭവന സന്ദർശനം പൂർത്തിയാക്കി വിവരങ്ങൾ അപഗ്രഥിച്ചു. മീൻകുന്നം വികാരി റവറന്റ് ഫാദർ ജോർജ് വടക്കേൽ, 10ാം വാർഡ് മെമ്പർ എന്നിവർ ഭവന സന്ദർശനത്തിന് ആവശ്യമായ നിർദ്ദേശങ്ങളും പ്രോത്സാഹനങ്ങളും നൽകുകയും ചെയ്തു. പ്ലാനിംഗ് കമ്മിറ്റി. ആറൂർ, ലക്ഷം വീട് കോളനി പ്രദേശങ്ങളിലെ സമുദ്ധാരണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട പ്ലാനിംഗ് മീറ്റിംഗ് 2024 മാർച്ച് 9 സേഫിൽ വെച്ച് നടന്നു. കോതമംഗലം സോണിലെ സോണൽ ലീഡേഴ്സ് പങ്കെടുത്ത് നടപ്പിലാക്കേണ്ട പ്രവർത്തനങ്ങളെ ആസൂത്രണം ചെയ്തും അതിനാവശ്യമായ നടപടികൾ കൈക്കൊണ്ടും ചർച്ചയിലൂടെ ഏവരുടെയും ശ്രദ്ധയ്ക്കായി അവിടെ അവതരിപ്പിക്കുകയും ചെയ്തു. മണിപ്പൂർ ജനതയ്ക്ക് ഐക്യദാർഢ്യം. മണിപ്പൂരിൽ ദുരിതമനുഭവിക്കുന്ന സഹോദരങ്ങൾക്ക് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് നീണ്ടപാറ കോൺവെന്റിലെ സിസ്റ്റേഴ്സിന്റെ നേതൃത്വത്തിലും ഇടവകയിലെ സൺഡേ സ്കൂളിന്റെയും CMNന്റെയും സംയുക്ത ആഭിമുഖ്യത്തിലും 2023 ജൂലൈ 3 റാലി സംഘടിപ്പിച്ചു. സേഫിന്റെ നേതൃത്വത്തിൽ മണിപ്പൂർ ജനതയ്ക്കായി വസ്ത്രങ്ങൾ ശേഖരിച്ചു നൽകിയപ്പോൾ ചക്കരപ്പറമ്പ്, LF ഹോസ്റ്റൽ മൂവാറ്റുപുഴ, സെന്റ് ജോസഫ് ഹോം മൂവാറ്റുപുഴ എന്നിവർ ആത്മാർത്ഥമായി സഹകരിച്ചു. മീൻകുന്നം കോൺവെന്റിന്റെ നേതൃത്വത്തിൽ സെന്റ് ജോസഫ് ഇടവകയോട് ചേർന്ന് വസ്ത്രങ്ങൾ ശേഖരിക്കുകയും പൈങ്കുളം മദർ ആൻഡ് ചൈൽഡ് ഫൗണ്ടേഷനും മടക്കത്താനം അസീസി സ്നേഹവീടിനും നൽകുകയും ചെയ്തു. ദിനാചരണങ്ങളുമായി ബന്ധപ്പെട്ട് സോണിലെ കോൺവെന്റുകൾ സംഘടിപ്പിച്ച സ്നേഹപ്രവർത്തനങ്ങൾക്ക് പുറമെ ഓരോ ഭവന സമൂഹവും സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങൾക്കായി എല്ലാ മാസവും കരുതി വയ്ക്കുന്ന 4000 രൂപയിൽ നിന്നും ഭവനത്തിൽ വരുന്ന നിർധനരായ ആളുകൾക്ക് ഭക്ഷണവും മരുന്ന് വാങ്ങുന്നതിനും കൂടാതെ വിദ്യാഭ്യാസം, വിവാഹം, ഭവന നിർമ്മാണം എന്നിവയ്ക്കായും സഹായങ്ങൾ നൽകി വരുന്നു. ഓരോ കോൺവെന്റിലും സോഷ്യൽ വർക്കുമായി ബന്ധപ്പെട്ട് വരുന്ന ചെലവുകൾ ഇതിൽ നിന്ന് നടത്തുന്നു. കോതമംഗലം നോഷേഡ് ഹൗസിൽ നിന്നും എല്ലാ മാസവും സെമിനാരിക്ക് 1000 രൂപ വീതം സംഭാവന നൽകുന്നു. 2023-24 പ്രവർത്തന വർഷത്തിലെ സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങളിൽ തിരുഹൃദയനാഥന്റെ കാരുണ്യ സ്പർശവും സാന്നിധ്യവും കൊണ്ട് സോണൽ പ്രവർത്തനങ്ങളെ വിജയത്തിലെത്തിക്കുവാനും അനേക ജീവിതങ്ങൾക്ക് കൈത്താങ്ങാകാനും സാധിച്ചു.
നല്ല തമ്പുരാന്റെ മുൻപിൽ നന്ദിയോടെ ആയിരിക്കുമ്പോൾ ഈ കഴിഞ്ഞ 3 വർഷങ്ങളിൽ കോതമംഗലം സോണിന്റെ എല്ലാ പ്രവർത്തനങ്ങളിലും പൂർണ്ണമായ പിന്തുണയും പ്രോത്സാഹനവും സഹകരണവും നൽകിയ സ്നേഹബഹുമാനപ്പെട്ട ക്രിസ്റ്റിയമ്മയ്ക്കും ടീം അംഗങ്ങൾക്കും ഒരുപാട് സ്നേഹത്തോടെ നന്ദി പറയുന്നു. പ്രത്യേകിച്ച് ജ്യോതി പ്രൊവിൻസിന്റെയും സേഫിന്റെയും കോതമംഗലം രൂപത മുഴുവന്റെയും സോഷ്യൽ വർക്കിന്റെ നിറസാന്നിധ്യവും തുടിക്കുന്ന ജീവനുമായി സോഷ്യൽ വർക്ക് കൗൺസിലർ സിസ്റ്റർ ടെസി കുന്നത്തോട്ടിൽ ഉണ്ടായിരുന്നു. സിസ്റ്ററിനും നിറഞ്ഞ മനസ്സോടെ നന്ദി. സോണൽ പ്രവർത്തനങ്ങളുടെ സുഗമമായ നടത്തിപ്പിന് എല്ലാവിധ നിർദ്ദേശങ്ങളും സഹകരണങ്ങളും പ്രോത്സാഹനങ്ങളും നൽകി ഞങ്ങളുടെ സോണിന്റെ ഉയർച്ചയ്ക്കാവശ്യമായ എല്ലാ കാര്യങ്ങളും അനുദിനം നോക്കിക്കാണുന്ന സേഫ് ഡയറക്ടർ സിസ്റ്റർ ജാൻസി പാറത്തട്ടേലിനും സേഫ് PRO ശ്രീ തോമസ് ജോണിനും സേഫ് ടീം ഓരോരുത്തർക്കും ഒത്തിരി സ്നേഹത്തോടെ നന്ദി. 2023-24 വർഷത്തിൽ സോണിന്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ചുക്കാൻ പിടിച്ചതും വിജയത്തിലെത്തിച്ചതും നമ്മുടെ സോണിലെ 16 വൻ ശക്തികളാണ്. സോണൽ പ്രവർത്തനങ്ങളിൽ അതീവ താൽപര്യത്തോടും ആത്മാർത്ഥതയോടും കൂടി സഹകരിച്ച എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് 2023-24 പ്രവർത്തന വർഷത്തെ കോതമംഗലം സോണിന്റെ റിപ്പോർട്ട് സമർപ്പിക്കുന്നു എന്ന് സോണൽ സെക്രട്ടറി സിസ്റ്റർ റോസ് ജെയിംസ് SH.